ഹലോ ആനിമി ഫാൻസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റിയാണ്, കുറച്ചല്ല കുറേ വെറൈറ്റിയാണ്. നമ്മളെ ഇത് ചാനലിലാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻസ് എന്ന് വെച്ചാൽ വൺ പീസ് മാത്രമല്ല, പല ആനിമീസിനെയും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ ആലോചിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗൊന്നും നിർത്താൻ പോകുന്നില്ല, അതൊക്കെ കണ്ടിന്യൂഡ് ആയിരിക്കും. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, എന്തെങ്കിലും കമൻറ്റും ചെയ്യുക. ഞാനതിന് റിപ്ലൈ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ വൺ പീസ് ട്രഷർ എന്തോ ആണെന്ന്? ഇപ്പം പലരും പറയും അത് ഗോൾഡി റോജറിന് മുഴുവൻ സമ്പത്തല്ലേന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം വെറുതെ ഒരു പൈററ്റ് കിങ്ങിന് വെറും അത്രയും സമ്പത്ത് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈസ് മൈ ഒപ്പീനിയൻ. ചിലപ്പോൾ ഗോൾഡി റോജറിൻ്റെ വൺ പീസ് ട്രഷറിനോടൊപ്പം എന്തേലും എന്ന് പറഞ്ഞാൽ റെയറായിട്ടുള്ള എന്തേലും, ചിലപ്പോൾ വല്ല ഡെവിൾ ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെ വൺ പീസുമായി ബന്ധപ്പെട്ട എന്തേലും ആയിരിക്കാം. അപ്പം അതെന്തായാലും വൺ പീസ് നോർമൽ ആനിമിനെ പോലല്ല, ഭയങ്കര നോർമൽ ആനിമിനെക്കാളും ഡ്രാഗൺ ബോൾ, വൺ പഞ്ച് മാൻ അതിനെയൊക്കെ കാലും എത്രയോ വെറൈറ്റി ആനിമിയാണ്, ആൻഡ് ഭയങ്കര ലോങ്ങും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തായാലും എനിക്കും അറിയത്തില്ല, എല്ലാം 50-50. ചിലപ്പോൾ ഗോൾഡി റോജറിന് മൊത്തം സമ്പത്തായിരിക്കാം, അതല്ലെങ്കിൽ വല്ല റെയർ വൺ പീസുമായി ബന്ധപ്പെട്ട സ്റ്റോറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെയർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം, എന്തോ ആവാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒപ്പീനിയനാണ്. എന്തായാലും ഞാൻ എടുത്തങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇടയ്ക്ക് വൺ പീസിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും അത് തന്നെയായിരിക്കും. പക്ഷേ നമ്മളതൊന്നും നോക്കത്തില്ല. നമുക്കാകെ പൈററ്റ് കിങ് ആവാൻ ആഗ്രഹം മങ്കി ഡി ലൂഫിയാണ്. വേറെ ആരായാലും ചെറിയൊരു വിഷമം കാണും. എനിക്ക് കാണും, നിങ്ങൾക്ക് കാണും, കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.